ദൈവത്തിന് സ്തുതി. പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ 25-ാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും പങ്ക്തികളിൽ പരിശുദ്ധ മറിയം തൻ്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട നിത്യരക്ഷയുടെ സംഭവങ്ങൾ എപ്രകാരം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെക്കുറിച്ച് ധ്യാനനിരതയായിരുന്നു എന്ന് നാം കണ്ടു. ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം നാളെ നാം ആഘോഷിക്കാൻ പോകുന്ന ഒരു സുപ്രധാന തിരുനാളിനോട് ബന്ധപ്പെട്ടതാണ്. നാളെ ഫെബ്രുവരി 2 നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ഫീസ്റ്റ് ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് അവർ ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ കഴിഞ്ഞ് കൃത്യം 40-ാം ദിവസമാണ് സമർപ്പണ തിരുനാൾ പരമ്പരാഗതമായി സഭയിൽ ആഘോഷിച്ചു വരുന്നത്. അതിനാധാരമായ സംഭവം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹ്രസ്വമായ ഒന്ന് നമുക്ക് ശ്രവിക്കാം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ലൂക്ക് അധ്യായം 2 22 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനയാണ് ഈ സംഭവത്തിന് ആധാരം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേലിലെ ആദ്യ ജാതരെയെല്ലാം എനിക്കായി സമർപ്പിക്കുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. മറ്റേതൊരു യഹൂദ കുടുംബവും ചെയ്യുന്നത് പോലെ പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും ശിശുവായ യേശുവിനെ ജെറൂസലേം ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു ദൈവത്തിന് സമർപ്പിക്കാൻ. യഥാർത്ഥത്തിൽ അത്തരമൊരു സമർപ്പണത്തിൻ്റെ ആവശ്യം യേശുവിനോ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം അമ്മയായ മറിയത്തിനോ ഇല്ലെന്ന് പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ യൗസേപ്പിനും നന്നായി അറിയാം. എങ്കിലും നിയമത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവകുമാരനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവമാതാവ് ശുദ്ധീകരണത്തിന് വിധേയയാകുന്നു. വിനയത്തിൻ്റെ ഉത്തമ മാതൃക കാട്ടി മൂശയുടെ നിയമങ്ങളോടുള്ള വിധേയത്വം അങ്ങനെ പരസ്യമായി അവർ പ്രകടിപ്പിച്ചു. നമ്മുടെ ഇന്നത്തെ വിചിന്തനം കേന്ദ്രീകരിക്കുന്നത് യേശുവിൻ്റെ ദേവാലയ സമർപ്പണ വേളയിൽ അവിടെ സന്നിഹിതനായിരുന്ന ശമയോൻ എന്ന വ്യക്തിയിലാണ്. സുവിശേഷകൻ ശമയോനെ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ജെറൂസലേമിൽ ശമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ശമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. ലൂക്ക 2:25 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. അതിമനോഹരമായ ഒരു വിവരണവും അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനാ ശകലവും. ശമയോൻ്റെ ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത് നുങ് ദിമിത്തിസ് എന്നാണ്. ഏതാണ്ട് 500 വർഷങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ത്രന്തോസ് സുനദോസിന് ശേഷം വൈദികർക്കും സന്യസ്തർക്കുമായി സഭ രൂപപ്പെടുത്തിയ പ്രാർത്ഥനകളിൽ, യാമപ്രാർത്ഥനകളിൽ രാത്രിയിൽ ഏറ്റവും അവസാനമായി ചൊല്ലുന്ന യാമപ്രാർത്ഥന അവസാനിക്കുന്നത് ശമയോൻ്റെ ഈ കീർത്തനത്തോടെയാണ്.
കർത്താവേ, അങ്ങേ ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. നുങ് ദിമിത്തിസ് ഡോമിനെ. ഒരർത്ഥത്തിൽ ഓരോ ക്രൈസ്തവനും ഓരോ ദൈവവിശ്വാസിയും ഏറ്റവും അവസാനം മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഉരുവിടേണ്ടതും ശമയോൻ്റെ ഈ കീർത്തനം തന്നെയല്ലേ? കർത്താവേ, അങ്ങേ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ. ലോർഡ്, നൗ യു ലെറ്റ് യുവർ സെർവന്റ് ഗോ ഇൻ പീസ്. സുവിശേഷകൻ ഇപ്രകാരം തുടരുന്നു: അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു: ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ലൂക്ക് 2:33 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. ശിശുവിനെ കയ്യിലെടുത്ത് ശമയോൻ പറഞ്ഞ ആദ്യ വചനങ്ങൾ അമ്മയായ മറിയത്തെയും വിശുദ്ധ യൗസേപ്പിനെയും അത്ഭുതപ്പെടുത്തിയെന്നാണല്ലോ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഈ ശിശു വിജാതീയർക്ക് പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വമാണെന്ന് ശമയോൻ്റെ വാക്കുകൾ പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആഹ്ലാദവും പകർന്നു നൽകി. പക്ഷേ തുടർന്ന് വന്ന ശമയോൻ്റെ പ്രവചനം പരിശുദ്ധ മറിയത്തിൻ്റെ മനസ്സിലാകെ അന്ധകാരം പടർത്തി ഹൃദയത്തിനുള്ളിൽ വേദന നിറച്ചു. തൻ്റെ മകൻ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്നോ, തൻ്റെ പ്രിയപുത്രൻ എങ്ങനെ ഒരു വിവാദ വിഷയമായ അടയാളമായി തീരും? എ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ. പരിശുദ്ധ മറിയത്തിന് ഇതെല്ലാം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ മുൻപ് ചെയ്തതുപോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിക്കാം. ലൂക്ക് 2:19 എന്ന് സമാശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതാ വരുന്നു അടുത്ത ശമയോൻ്റെ പ്രവചനം: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. എന്താണ് ഇതിനർത്ഥമെന്ന് പരിശുദ്ധ മറിയം ചിന്തിച്ചുണ്ടാകണം. ആ നിമിഷങ്ങളിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മംഗളവാർത്ത നേരത്ത് ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകൾ തീർച്ചയായും പരിശുദ്ധ അമ്മ അനുസ്മരിച്ചു കാണും. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ലൂക്ക് 1:30 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. ഗബ്രിയേൽ മാലാഖ വീണ്ടും വെളിപ്പെടുത്തി: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക് 1:35. അതേ സംശയം സ്വാഭാവികം, അസ്വസ്ഥത അനിവാര്യം. ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഭരണം നടത്തുന്നവൻ ദൈവപുത്രൻ എങ്ങനെ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും? എങ്ങനെ തൻ്റെ മകൻ വിവാദ വിഷയമായ ഒരടയാളമായി തീരും? ദൈവദൂതൻ്റെ പ്രത്യാശയുടെ സന്ദേശം ഒരു വശത്ത്, നീതിമാനും ദൈവഭക്തനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞവനുമായ ശമയോൻ്റെ ആകാംക്ഷ ഉണർത്തുന്ന പ്രവചനം മറ്റൊരു വശത്ത്. രണ്ടിനും മധ്യേ അസ്വസ്ഥമാകുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃഹൃദയം. തനിക്ക് എന്തും സംഭവിക്കട്ടെ, അതിൽ തനിക്ക് തെല്ലും ആശങ്കയില്ല. പക്ഷെ തൻ്റെ പ്രിയ മകന് എന്താണ് സംഭവിക്കുക എന്നതിനെ ഓർത്ത് ആകുലപ്പെടുന്ന മാതൃഹൃദയം. ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാവുകയും പലരുടെയും ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുകയും ചെയ്യുമ്പോൾ തൻ്റെ ഓമനപുത്രൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും അനുഭവിക്കാൻ പോകുന്ന യാതനകളും എന്തൊക്കെയായിരിക്കും?
ജന്മം നൽകി ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. കുഞ്ഞിക്കാലുകൾ നിലത്ത് ഊന്നിയിട്ടില്ല, കുഞ്ഞിക്കൈകൾ ഉയർത്തിയിട്ടുമില്ല, കുഞ്ഞിക്കണ്ണുകളിൽ നോക്കി കൊതി തീർന്നിട്ടില്ല. തൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ട് ആ പൂമേനി തഴുകി തലോടി മതിയായില്ല. അതിനിടെ ഇതാ ഹൃദയഭേദകമായ മുന്നറിയിപ്പ്. യവന ഇതിഹാസത്തിലെ ഗ്രീക്ക് മിത്തോളജിയിൽ ഡെമോക്ലസിൻ്റെ വാൾ പോലൊരു വാൾ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വച്ഛസുന്ദരമായ ജീവിതത്തിന് മുകളിൽ ഇതാ തൂങ്ങി നിൽക്കുന്നു. തൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ട് താൻ ജന്മം നൽകിയ ശിശു ഒരു സാധാരണ ശിശുവല്ല എന്ന് പരിശുദ്ധ മറിയത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ദൈവപുത്രൻ്റെ അമ്മയാകാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്നും പരിശുദ്ധ മറിയത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഗബ്രിയേൽ മാലാഖ വിവരിച്ച അത്യുന്നതമായ ദൈവമാതൃത്വ പദവിയും എലിസബത്ത് പ്രകീർത്തിച്ച എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന ഉത്തുംഗ സ്ഥാനവും പരിശുദ്ധ മറിയത്തിന് നൽകിയത് 33 വർഷക്കാലം നീണ്ടുനിന്ന ആകുലതയും അസ്വസ്ഥതയും തീവ്രമായ ദുഃഖവുമായിരുന്നു. തൻ്റെ ദിവ്യശിശുവിനെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് ഓടിപ്പോയത് മുതൽ അവസാനം ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് അതിദാരുണമായ വിധം വധിക്കപ്പെട്ട് തൻ്റെ പ്രിയപുത്രൻ്റെ ജീവൻ വാർന്നുപോയ ശരീരം തൻ്റെ തിരുമടിയിൽ ഏറ്റുവാങ്ങിയതുവരെയുള്ള സംഭവങ്ങൾ ഹൃദയഭേദകമായ അനുഭവങ്ങളായിരുന്നു. ഹൃദയത്തിൽ തുളച്ചു കയറിയ വാളുകളും ആയിരുന്നു. ശമയോൻ്റെ വാക്കുകൾ ശ്രവിച്ച പരിശുദ്ധ മറിയത്തിന് ഒരു കാര്യം വ്യക്തമായി. ദൈവം തന്നെ ഭരമേൽപ്പിച്ചത് ബലിയർപ്പിക്കപ്പെടേണ്ട ഒരു കുഞ്ഞാടിനെയാണെന്ന്. താൻ ഉൾപ്പെടുന്ന ഇസ്രായേൽ ജനത 40 നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ തൻ്റെ പ്രിയപുത്രനാണെന്ന് പരിശുദ്ധ മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പക്ഷേ ആ ദൗത്യം നിർവഹിക്കപ്പെടുക കഠിനമായ യാതനകളിലൂടെയും സഹനങ്ങളിലൂടെയുമായിരിക്കുമെന്ന് ശമയോൻ സൂചിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധ മറിയം തിരിച്ചറിയുന്നത്. അവിടെയും പരിശുദ്ധ മറിയം എല്ലാം സ്വഹൃദയത്തിൽ സംഗ്രഹിച്ച് മറ്റവസരങ്ങളിൽ ചെയ്തതുപോലെ അവയെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുക മാത്രമല്ല, തൻ്റെ പ്രിയമകൻ എന്ത് സംഭവിക്കും എന്നോർത്ത് നിരന്തരം ദുഃഖിക്കുകയായിരുന്നു, ആകുലപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 4 വിചിന്തന പരമ്പരകൾ മനുഷ്യാവതാര ദിവ്യരഹസ്യങ്ങളുടെ ആവിഷ്കാര വേളകളിൽ തൻ്റെ കൺമുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്ന അത്ഭുത സംഭവങ്ങൾ സമ്പൂർണമായി ഗ്രഹിക്കാനും അവയെല്ലാം സുഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാനും പരിശുദ്ധ മറിയം ശ്രമിച്ചിരുന്നു. അതായിരുന്നല്ലോ നാം കണ്ടത്. ഈ വിഷയത്തിലെ അവസാന ഭാഗമായ ഇന്നത്തെ വിചിന്തനം ശമയോൻ്റെ പ്രവചനം ശ്രവിച്ച തൻ്റെ മകനെയോർത്ത് അസ്വസ്ഥയാകുന്ന പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണല്ലോ. നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. അല്ലയോ പരിശുദ്ധ അമ്മേ, വ്യാകുല മാതാവേ, അന്ന് അമ്മയുടെ ഹൃദയം വേദനിച്ചത് അമ്മയുടെ പ്രിയപുത്രനായ യേശുവിനെ പ്രതിയായിരുന്നു. 33 വർഷക്കാലം നീണ്ടുനിന്ന ആ തീവ്ര വേദനയും ആകുലതയും ദുഃഖവും യേശുവിൻ്റെ ഉയിർപ്പോടെ അവസാനിച്ചു. ലോകത്തെയും പാപത്തെയും മരണത്തെയും അതിജീവിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത യേശുനാഥൻ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ആഹ്ലാദിച്ചു. പക്ഷെ ഇന്നും അമ്മ ദുഃഖിതയാണ്, അസ്വസ്ഥയാണ്. പ്രിയമകനായ യേശുവിനെ പ്രതിയല്ല, പ്രത്യുത കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശുനാഥൻ ഏൽപ്പിച്ചു തന്ന് അമ്മ സ്വന്തം മക്കളായി സ്വീകരിച്ച ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്തു. ആ ദുഃഖവും ആകുലതയും ലോകാവസാനം വരെ തുടരുമെന്നും ഞങ്ങൾക്കറിയാം. പാപികളും ബലഹീനരുമായ ഞങ്ങളെ കൈവെടിയരുതേ. ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. എന്നും ആശ്രയവും അഭയവുമായിരിക്കണമേ. ആരെ ഓർത്താണോ അമ്മ 33 വർഷക്കാലം ദുഃഖിച്ചതും അവസാനം ആഹ്ലാദിച്ചാനന്ദിച്ചതും
അതേ പ്രിയമക്കനെ എന്നും വിശ്വസ്തയോടെ പിൻചെല്ലാൻ ഞങ്ങൾക്ക് എന്നും ശക്തി നൽകണമേ, പ്രാപ്തരാക്കണമേ. ആമേൻ.